പ്രകൃതിയിലെ ജീവജാലങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് പലതും പഠിക്കാം. ഉറുമ്പുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിട്ടയായി വരിയായി സഞ്ചരിക്കും, ആഹാരം ശേഖരിച്ചു വെക്കും, അപകടത്തിൽപ്പെട്ടതിനെ ഉപേക്ഷിക്കാതെ എടുത്തുകൊണ്ടുപോകും. ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക, പ്രകൃതി ഒരുക്കുന്ന രസകരമായ കാഴ്ചകൾ ആസ്വദിച്ചു പഠിക്കുക. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ ഘടകങ്ങളും വ്യക്തമായ കണക്കുകളോടെയും ചിട്ടകളോടെയും സ്ഥാപിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സന്നിധിയിലെ ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. അവിടുത്തെ ഓരോ ചലനവും ഓരോ ശബ്ദവും പല പല ഫലങ്ങളുണ്ടാക്കും. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം. പ്രഭും പ്രാണനാഥം വിഭും വിശ്വ മലമുകളിൽ കുടികൊള്ളുന്ന ആയിരവില്ലി ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ തേടിയുള്ള യാത്രയാണിത്. ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂത ആയിരവില്ലിപ്പാറയിൽ കുടികൊള്ളുന്ന ആയിരവില്ലി ഭഗവാൻ പ്രപഞ്ചനാഥനായ ശിവൻ തന്നെയാണ്. തലമുറ തലമുറകളായി ഈ പ്രദേശക്കാരുടെ ഗ്രാമദൈവവും രക്ഷകനുമൊക്കെ ആയിരവില്ലി ഭഗവാൻ തന്നെയാണ്. മലമുകളിലെ ആയിരവില്ലി ഭഗവാന്റെ ചൈതന്യത്തോടൊപ്പം തന്നെ വനദുർഗാദേവി സാന്നിധ്യമുള്ളതിനാൽ മലമുകളിലെ ദൈവത്തറയിൽ ഒരു വനദുർഗാദേവി ക്ഷേത്രവുമുണ്ട്. ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശ. മലമുകളിൽ നിൽക്കുമ്പോൾ താഴെ പച്ച വിരിച്ച ചെറിയ വെളിനെല്ലൂരിന്റെ ഗ്രാമക്കാഴ്ചകൾ ചന്തമുള്ളതാകുന്നു. ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. നിത്യമായ ഗ്രാമചൈതന്യങ്ങളുടെ കേദാരഭൂമി കൂടിയായ ചെറിയ വെളിനല്ലൂർ മൃദുലവും സൗമ്യവുമായി ഓരോ തീർത്ഥാടകനെയും അടരുവാൻ വയ്യാത്ത വിധം ഒരാത്മീയ സ്നേഹത്തിന്റെ തടവിലാക്കുന്നു എന്നതാണ് സത്യം. കാരണം അത്രയ്ക്കും ആശ്വാസകരമായ ഒരു സ്വാസ്ഥ്യ പ്രപഞ്ചമാണ് ആയിരവില്ലി പാറകളുടെ മുകളിലെ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് പകർന്നു നൽകുന്നത്. മണ്ഡലം ഭസ്മഭൂഷാധരം തം അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. മുദാമാകരം മണ്ഡനം മണ്ഡയന്തം മഹാമണ്ഡലം ഭസ്മ. ഇവിടെ മനുഷ്യൻ അധിവസിച്ച കാലം മുതൽക്കേ തന്നെ ആയിരവില്ലി ഭഗവാനെ മലദൈവമായി ആരാധിച്ചു വരുന്നു എന്നാണ് സങ്കല്പം. ശങ്കരം ശംഭുമീശാനമീഢേ. വടാധോ നിവാസം. പ്രപഞ്ചത്തിലെ സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കാറ്റായും മഞ്ഞായും മഴയായുമൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ഈശ്വര സങ്കല്പങ്ങളുടെ ആനന്ദധാരയിൽ കൂടി കടന്നു പോകുന്നത്. ഭൂമിശാനമീഢേ. വടാധോ നിവാസം മഹാട്ടാട്ടഹാസം മഹാപാപനാശം സദാ സുപ്രകാശം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലമുകളിലെ ദൈവത്തറയിൽ വിളക്കുകൊളുത്തി പൂജിച്ചിരുന്നുവെന്നുള്ള വിശ്വാസങ്ങളുടെ കെടാത്ത തിരുനാളം തന്നെയാണ് കാലാന്തരത്തിൽ ചെറിയ വെളുനെല്ലൂരിന് മലമുകളിലെ ആയിരവില്ലി ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ ഗ്രാമവാസികൾ ദേശത്ത് ഒരു ക്ഷേത്രം പണിതതും. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പാണ് മലമുകളിലെ ആയിരവില്ലി ഭഗവാനെ ഗ്രാമത്തിൽ ആൽത്തറയ്ക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ച് പൂജകൾ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഗിരീന്ദ്രാത്മജാ സംഗൃഹീതാർദ്ധദേഹം ഗിരൗ സംസ്ഥിതം സർവദാ സന്നിഗേഹം. ക്ഷേത്രചരിത്രം തുടങ്ങുന്നത് അർക്കന്നൂർ മഠത്തിലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരിൽ നിന്നാണ്. അന്ന് അർക്കന്നൂർ മഠത്തിലെ തിരുമേനിമാർക്ക് ഈ പ്രദേശത്ത് 1001 പറ നിലമുണ്ടായിരുന്നുവെന്നും നീണ്ട വിശാലമായ പാടങ്ങൾ കൊയ്ത നെല്ല് കൂട്ടിവയ്ക്കാനായി ഇവിടെ ഒരു കളപ്പുരയും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ബലിവർദ്ധയാനം സുരാണാം പ്രധാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ.
കപാലം ത്രിശൂലം വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും നെല്ല് വിളയുമ്പോഴുമൊക്കെ കളപ്പുരയ്ക്ക് മുന്നിലുള്ള ആൽത്തറയ്ക്ക് മുന്നിൽ 1000 വില്ലി ഭഗവാനെ സങ്കല്പിച്ച് വിളക്ക് കൊളുത്തി നമ്പൂതിരിമാർ പൂജ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആൽത്തറയിൽ കൊളുത്തപ്പെടുന്ന ഓരോ ദീപങ്ങളും ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയുമായി മാറുന്നത് തിരിച്ചറിഞ്ഞ ഗ്രാമവാസികളും തങ്ങളുടെ പ്രാർത്ഥനകളും പൂജകളുമൊക്കെ കളപ്പുരയ്ക്ക് മുന്നിലുള്ള ആൽത്തറയിൽ സമർപ്പിക്കാൻ ആരംഭിച്ചു. അപർണാകളത്രം സദാ സച്ചരിത്രം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ ശരശ്ചന്ദ്രഗാത്രം ഗണാനന്ദപാത്രം ത്രിനേത്രം പവിത്രം ധനേശസ്യ മിത്രം. നിത്യപൂജകളില്ലാതെ വിശേഷാൽ ദിവസങ്ങളിൽ മാത്രം പൂജ നടത്തുന്ന ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു 1000 വില്ലി മഹാദേവ ക്ഷേത്രം. അക്കാലത്ത് ഇവിടം മിക്കപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുമായിരുന്നു. അന്നും വഴിപോക്കർ അടഞ്ഞുകിടന്ന ഈ ക്ഷേത്രത്തെ നോക്കി പ്രാർത്ഥിച്ചിരുന്നതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഈ ക്ഷേത്രത്തെ തുറക്കാത്ത ക്ഷേത്രമായിരുന്നു അറിയപ്പെട്ടിരുന്നു. മനോജം ദഹന്തം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ ഹരം സർപ്പഹാരം ചിതാഭൂവി. ഒരിക്കൽ ഈ പ്രദേശത്തെ ഹൈന്ദവരെല്ലാം ചേർന്ന് ഒരു സമാജം രൂപീകരിക്കുകയും 1000 വില്ലി ഭഗവാനെ ഈ ദേശക്കാരുടെ ആരാധനാമൂർത്തിയാക്കുവാനും നിത്യപൂജകൾ ഭഗവാന് മുന്നിൽ സമർപ്പിക്കാനും ഒരു ക്ഷേത്രം അനിവാര്യമാണെന്ന കാര്യം നമ്പൂതിരിമാരെ അറിയിക്കുകയും അർക്കന്നൂർ തിരുമേനിമാർ നാട്ടുകാരുടെ ആവശ്യം സന്തോഷത്തോടെ സ്വീകരിക്കുകയും നാട്ടുകാർക്കായി ക്ഷേത്രം വിട്ടുകൊടുക്കുകയും ചെയ്തു. അന്നു മുതൽ മലമുകളിലെ ദൈവത്തറയിൽ വിളക്ക് കൊളുത്തുന്നതോടൊപ്പം തന്നെ 1000 വില്ലി മഹാദേവ ക്ഷേത്രത്തിലും ഭഗവാനെ പ്രതിഷ്ഠിച്ച് നിത്യപൂജകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ചെറിയ വെളിനല്ലൂരിന്റെ ആകാശങ്ങളിൽ ഉത്സവങ്ങളുടെ നിറങ്ങളും വാദ്യഘോഷങ്ങളുടെ താളവുമുണ്ടായി. ഗ്രാമവാസികളുടെ ഓർമ്മകളിലൂടെ ഭഗവാന്റെ തിരുവുത്സവങ്ങളുടെ ദീപപ്രഭകളും തീവട്ടി പ്രകാശത്തിൽ മലമുകളിലെ ദൈവത്തറകളിൽ സമർപ്പിക്കുന്ന പൂജകളുടെയുമൊക്കെ ആനന്ദ നിമിഷങ്ങൾ നിത്യചൈതന്യങ്ങളാകുന്നു. ഇനി വരാൻ പോകുന്ന ഉത്സവ നാളുകളെക്കുറിച്ചുള്ള അനുദിന ചിന്തകളിലുമാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരും സദാ നേരവും. കാരണം ഇവരുടെ സ്വപ്നവും പ്രതീക്ഷയും ജീവിതവും സമർപ്പണവുമെല്ലാം 1000 വില്ലി ഭഗവാനിലുള്ളത് തന്നെയാണ്. ഗണാർച്ചിത സേവിതലിംഗം ഭാവൈർഭക്ഷിഭിരേവ ച ലിംഗം ദിനകര. ഗ്രാമക്കാഴ്ചകൾ പോലെ തന്നെ ചെറുതും സൗമ്യവുമായതാണ് ക്ഷേത്രക്കാഴ്ചകളും. ക്ഷേത്രത്തിനു മുന്നിൽ 100 കണക്കിന് വർഷം പഴക്കമുള്ള ആൽത്തറ കാണാം. ആൽമരത്തിന്റെ ഓരോ അംശങ്ങളിലും കാലാന്തരങ്ങളുടെ മുദ്രകളും കാണാം. ഇവിടെയാണ് ആദ്യമായി വിളക്ക് വെച്ച് ആരാധിച്ചതും ഭക്തജനങ്ങൾ ഭഗവാന് മുന്നിൽ പൂജകൾ സമർപ്പിച്ചതുമൊക്കെ. പ്രണമാമി സദാശിവലിംഗം സുരഗുരു സുരവര പൂജിതലിംഗം സുരവന. പ്രധാന ശ്രീകോവിലിന് മുന്നിൽ ചെറിയ നമസ്കാര മണ്ഡപത്തിന് മുന്നിൽ ഭഗവാനെ നോക്കി നന്ദിദേവനുണ്ട്. ശ്രീകോവിലിന് മുകളിലായി ഒരു പത്മം വിടർന്നു നിൽക്കുന്നു. പ്രണമാമി സദാശിവലിംഗം. ഗണപതി, അയ്യപ്പൻ, ദുർഗാദേവി, നാഗദൈവങ്ങൾ, മറുത, മാടൻ എന്നീ ഉപദൈവങ്ങളെയും 1000 വില്ലി ഭഗവാനോടൊപ്പം ഭക്തജനങ്ങൾ ആരാധിച്ചു പോരുന്നു. നിർമ്മല ഭാഷിത ശോഭിതലിംഗം ജന്മജ ദുഃഖ വിനാശകലിംഗം തൽപ്രണമാമി. അപാരമായ ശക്തിവിശേഷമുള്ള 1000 വില്ലി ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും ഫലവത്താകുമെന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസ പ്രമാണം. അതുകൊണ്ട് തന്നെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ ഭഗവാന് മുന്നിൽ പൂജകൾ അർപ്പിക്കുവാനും പ്രാർത്ഥനകൾ സമർപ്പിക്കാനുമൊക്കെ നിരവധി ഭക്തജനങ്ങളാണ് 1000 വില്ലി ഭഗവാന് മുന്നിലെത്തുന്നത്. ശിവലിംഗം
1000 വില്ലേന്തി നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തെയാണ് 1000 വില്ലി എന്ന് വിളിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തജനങ്ങളെ സർവയാതനകളിൽ നിന്നും രക്ഷിക്കാനുള്ള കാവലാളായാണ് ഭഗവാന്റെ രൂപം നിലകൊള്ളുന്നത്. തൽപ്രണമാമി സദാശിവലിംഗം കനകമഹാമണിഭൂഷിതലിംഗം ഫണിപതിവേഷ്ടിതശോഭിതലിംഗം. 1000 വില്ലി മല ഭഗവാന്റെ ഒരു വിശ്വാസഭൂമി മാത്രമല്ല, ഈ ഗ്രാമത്തിന്റെ ഓരോ ഞരമ്പുകളിലൂടെയും ഓടുന്ന ജീവചൈതന്യത്തിന്റെ പ്രവാഹ കേന്ദ്രം കൂടിയാണ്. മലയുടെ ചുറ്റിനുമായി സമീപ പ്രദേശങ്ങളുടെ ദൃശ്യഭൂപടങ്ങളിലൂടെ മനസ്സിന് ഒരു യാത്ര ചെയ്യാം. മലമുകളിലെ ദേവത്തറയിലെ വിളക്കിനപ്പുറം പ്രശസ്തമായ ജടായുപ്പാറ കാണാം. ഈ വിളക്കുകളിൽ കൊളുത്തപ്പെടുന്ന ദീപം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് ചൈതന്യം പരത്തുന്ന ഓംകാര മന്ത്രങ്ങളാകുമ്പോൾ, ഓം എന്ന മന്ത്രത്തിന്റെ മോക്ഷനാദവുമായി താഴ്വാരത്തിൽ നിന്നും മലമുകളിലേക്ക് ഇടയ്ക്കിടെ ചുരുളൻ കാറ്റ് പറന്നു കയറുമ്പോൾ മനസ്സും ശരീരവും ധ്യാനാത്മകമായ ശാന്തി തീരങ്ങളിലേക്ക് അലിഞ്ഞു ചേരുന്നു. ദേവഗണാർച്ചിതസേവിതലിംഗം ഭാവൈർഭക്ഷിഭിരേവ ച ലിംഗം ദിനകരകോടിപ്രഭാകരലിംഗം തൽപ്രണമാമി സദാശിവലിംഗം അഷ്ടദലോപരിവേഷ്ടിതലിംഗം സർവസമുദ്ഭവകാരണലിംഗം അഷ്ടദരിദ്രവിനാശകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. ആത്മതലങ്ങളിൽ 1000 വില്ലി ഭഗവാൻ നിറയുമ്പോൾ പുണ്യദർശന സൗഭാഗ്യം കിട്ടിയ ഭക്തജനങ്ങൾ ദൈവചൈതന്യങ്ങളുടെ ആനന്ദാമൃത വർഷങ്ങളിലേക്ക് യാത്ര തുടങ്ങി. പരമപരം പരമാത്മകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം.